ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഫ്താൻ മോഡൽ നൈറ്റിയുടെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം, 10 മിനിറ്റ് പോലും വേണ്ട. അതുപോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഏത് പ്രായത്തിലുള്ളവർക്കും യൂസ് ചെയ്യാം. ഇത് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം, പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ജോർജറ്റ്, ഷിഫോൺ, സാറ്റിൻ അതുപോലെയുള്ള മെറ്റീരിയലിലൊക്കെ കഫ്താൻ ചെയ്താൽ നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുകയും ചെയ്യും. നമുക്കൊരു ഫംഗ്ഷനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോട്ടന്റെ നൈറ്റി ബിറ്റാണ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്യാം. നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് അതിനേക്കാളും 1 ഇഞ്ച് കൂടുതൽ എടുക്കണം. അതായത് താഴ്ഭാഗത്ത് നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് വേണ്ടത് 56 ഇഞ്ച് ലെങ്ത് ആണ്. അതിന്റെ കൂടെ 1 ഇഞ്ച് കൂടിയും കൂട്ടി 57 ഇഞ്ച് ഞാൻ ലെങ്ത് എടുക്കുന്നുണ്ട്. ഇത് 3 മീറ്ററിൽ കൂടുതലുണ്ട് ഈ തുണി. അതുകൊണ്ട് തന്നെ ബാക്കി ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാക്കി വരുന്ന തുണിയിൽ നിന്നാണ് നമ്മൾ നെക്കിനുള്ള ഫേസിങ് റെഡിയാക്കുന്നത്. അതുപോലെ തന്നെ വേസ്റ്റിന്റെ ഭാഗത്ത് ബാൻഡ് വെക്കുന്നുണ്ടെങ്കിൽ ഈ പീസിൽ നിന്ന് നമുക്ക് ബാൻഡ് റെഡിയാക്കാം. പിന്നെ നമ്മൾ നിൽക്കുന്ന വശത്തേക്കായിരിക്കണം മടക്ക് വശം വരേണ്ടത്. ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡും. മേൽഭാഗം ഫോൾഡിംഗ് സൈഡായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഷോൾഡറോ സ്ലീവോ ഒന്നും നമ്മൾ കട്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ മേൽഭാഗം ഫോൾഡിംഗ് ആയിരിക്കണം. ആദ്യം തന്നെ നമുക്ക് നെക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാം. നെക്കിന്റെ വിഡ്ത്ത് ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. ഇനി നമുക്ക് നെക്കിന്റെ ലെങ്ത് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. ഇതുപോലെ 3 ഇഞ്ച് അടയാളപ്പെടുത്തി മാർക്ക് ചെയ്ത് ഒരു ബോക്സ് പോലെ വരച്ച് നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത് ഞാൻ എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. അതൊരു വി നെക്ക് ആയിട്ടാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 6 ഇഞ്ചും ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 3.5 ഇഞ്ചും കിട്ടുന്നതാണ്. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ആദ്യം ബാക്ക് നെക്ക് തന്നെ കട്ട് ചെയ്യണം. അതിനുശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യുമ്പോൾ ആ പീസ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് പിടിച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. നമ്മുടെ നെക്ക് കട്ടിങ് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ തുണിയെ ഇട്ടിരിക്കുന്നത് 4 ആക്കി മടക്കിയിട്ടാണ്. ഇനി നമുക്ക് തുണിയെ നിവർത്തി 2 ആക്കി മടക്കിയിടാം. ഇനി അടുത്ത മാർക്കിങ്ങും സ്റ്റിച്ചിങ്ങും വരുന്നത് നല്ല ഭാഗത്താണ്. ഇനി സ്ലീവ് മാർക്ക് ചെയ്യാം. സ്ലീവ് എന്ന് പറയുമ്പോൾ സ്ലീവിന്റെ റൗണ്ട് മാത്രം നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 8 ഇഞ്ചാണ്. അതായത് മേൽഭാഗത്ത് നിന്ന് 8 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ഉൾഭാഗത്തേക്ക് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഈ 4 ഇഞ്ചാണ് നമ്മുടെ കഫ്താന്റെ വിങ്സ് ആയിട്ട് വരുന്നത്. ഈ 4 ഇഞ്ച് തന്നെ താഴ്ഭാഗം വരെ നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ മാർക്ക് ചെയ്യുക. ആദ്യം 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അതിനുശേഷം ഉൾഭാഗത്തേക്ക് 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ആ 4 ഇഞ്ച് താഴ്ഭാഗം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക.
രണ്ട് സൈഡിലും താഴ്ഭാഗം വരെ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴ്ഭാഗത്ത് നിന്നും ഒരു 8 ഇഞ്ചിലൊരു പോയിന്റ് കൊടുക്കുക. ആ മാർക്കിംഗ് വരെയാണ് നമ്മൾ മേൽഭാഗത്ത് നിന്നും ആ 8 ഇഞ്ച് പോയിന്റ് വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് നടക്കാനായിട്ട് പ്രയാസം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടം വരെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഈ മാർക്ക് ചെയ്ത 4 ഇഞ്ച് ഉണ്ടല്ലോ, അത് നമ്മുടെ വണ്ണത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഏതു ഭാഗത്താണോ വണ്ണം കൂടുതൽ എന്ന് നമ്മൾ നോക്കണം. ചെസ്റ്റ് സൈസ് ആണോ, ഹിപ്പ് സൈസ് ആണോ, ഇനി വയറിന്റെ അവിടെയാണോ കൂടുതൽ എന്ന് നോക്കുക. എന്നിട്ട് ഏതാണോ കൂടുതൽ ആ മെഷർമെന്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ മെഷർമെന്റിനെ 2ആയി ഡിവൈഡ് ചെയ്യണം. കാരണം നമ്മൾ തുണിയെ 2ആയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത്. ഞാനിവിടെ എടുക്കുന്ന മെഷർമെന്റ് 42 ആണ്. അപ്പോൾ അതിന്റെ പകുതി എടുക്കുക 21. അതിന്റെ കൂടെ 1 ഇഞ്ച് ലൂസും ആഡ് ചെയ്യണം. അപ്പോൾ 22. ഈ ബിറ്റിന്റെ വിഡ്ത്ത് വരുന്നത് 33 ഇഞ്ചാണ്. അപ്പോൾ എനിക്ക് വേണ്ടത് 22. അപ്പോൾ 11 ഇഞ്ച് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ട് സൈഡിലും 4 ഇഞ്ച് വെച്ചിട്ട് എടുത്തത്. അപ്പോൾ ടോട്ടൽ 8 ഇഞ്ച്. അപ്പോൾ 22ന്റെ കൂടെ 8 കൂട്ടുമ്പോൾ നമുക്ക് 30 ഇഞ്ച്. ബാക്കി വരുന്ന ഈ തുണി 33 ഇഞ്ച് ഉണ്ടല്ലോ, അപ്പോൾ ബാക്കി വരുന്ന 3 ഇഞ്ച് എക്സ്ട്രാ ആണ്. അത് ആ 3 ഇഞ്ചും നമുക്ക് ലൂസായിട്ട് കിട്ടും. ഇനി ഈ ലൂസിൽ കൂടുതൽ വേണമെന്നുള്ളവര് സൈഡിൽ 4 ഇഞ്ച് എടുക്കണ്ട, 3 ഇഞ്ച് മാത്രം എടുത്താൽ മതി. ഇപ്പൊ മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമ്മൾ സ്ലീവിന്റെ റൗണ്ട് 8 മാർക്ക് ചെയ്തില്ലേ, അവിടെ നിന്നും ഇതുപോലെ ഒരു കർവ് വരച്ചു കൊടുക്കുക. ഇതാണ് നമ്മുടെ ആം ഹോൾ കർവ്. ഇതുപോലെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആ സൈഡിൽ ഒരു 1.5 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്തിട്ട് വേണം ഒന്ന് കട്ട് ചെയ്യാൻ. അതല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് തൂങ്ങി വരാനായിട്ട് സാധ്യതയുണ്ട്. അടുത്ത മാർക്കിംഗ് വരുന്നത് തുണിയുടെ ഉൾഭാഗത്താണ്. ഇതുപോലെ തുണിയെ നിവർത്തിയിട്ടിട്ട് മേൽഭാഗത്ത് നിന്നും ഒരു 15 ഇഞ്ച് വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ സൈഡിൽ നിന്ന് ഒരു 4 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ഉൾഭാഗത്തായിട്ട്, ആ മാർക്കിംഗ് ഇവിടെ ഒന്നും കൂടി കൊടുക്കുക. എന്നിട്ട് പിന്നെ ഒരു 1/2 ഇഞ്ചും കൂടി മാർക്ക് ചെയ്യുക. ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും മാർക്ക് ചെയ്യുക. ഈ 4 ഇഞ്ച് നമുക്ക് സ്റ്റിച്ചിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. അതിൽ ഇലാസ്റ്റിക് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ആ ലൈനിലൂടെ നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാം. ഇനി ഇതേ മാർക്കിംഗ് തന്നെ നമുക്ക് അപ്പുറത്തെ സൈഡിലും കൊടുക്കണം. രണ്ട് സൈഡിലും നമുക്ക് എലാസ്റ്റിക് വെച്ച് കൊടുക്കണം. അടുത്തതായിട്ട് നമുക്ക് നെക്കിൽ വെക്കാനായിട്ടുള്ള ഫേസിങ് റെഡിയാക്കണം. അതിനായിട്ട് ബാക്കി വന്ന പീസിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പിൽ സ്കെയിൽ വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ചെരിച്ച് വേണം മാർക്ക് ചെയ്യാനായിട്ട്. എന്നിട്ട് ആ ലൈനിലൂടെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ക്രോസ് പീസുകൾ റെഡിയാക്കാം. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ് ഉണ്ടല്ലോ, ഇതുപോലെ നമ്മൾ വലിച്ചാൽ ഇതുപോലെ വലിയും. സ്ട്രൈറ്റ് ആയിട്ടുള്ള പീസുകൾ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ വലിയില്ല. അപ്പം നമുക്ക് നെക്കിന് വെക്കാനും പറ്റില്ല. ഇതുപോലെയുള്ള പീസുകൾ ചെരിച്ച് കട്ട് ചെയ്തെടുത്ത പീസുകൾ എടുത്തിട്ട് ഒന്നിന്റെ മേലെ ഒന്ന് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം. എന്നിട്ട് ആ സൈഡിൽ ഇതുപോലെ ചെരിച്ചൊരു മാർക്കിംഗ് കൊടുക്കുക. ആ മാർക്കിങ്ങിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ആ പോർഷൻ ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റുകയും വേണം.
കണ്ടില്ലേ, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് കിട്ടുക. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബാക്കി പീസുകളും ഇതുപോലെ തന്നെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല ഭാഗം ചേർത്ത് വെച്ചിട്ട് 1/2 ഇഞ്ച് നീക്കി വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ഷോൾഡറിന്റെ അവിടെ ഒരു മാർക്കിംഗ് കൊടുത്തിരുന്നു, ഷോൾഡർ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അവിടെ നിന്ന് 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. നെക്കിന്റെ ലാസ്റ്റ് ഭാഗം എത്തുമ്പോൾ ശ്രദ്ധിക്കുക, 2 തുമ്പുകൾ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് വേണം വെക്കാനായിട്ട്. അതായത് ഒന്നിന്റെ മേലെ ഒന്ന് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. ഇനി നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ ഉൾഭാഗത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുക്കാം. എന്നിട്ട് ഈ മടക്കിയ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഒന്നും കൂടി മടക്കണം. ഇതുപോലെ ഒന്നും കൂടി മടക്കി നമുക്ക് ആ അറ്റത്തെ ഭാഗത്തായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നെക്കിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഉൾഭാഗത്തെ സ്റ്റിച്ചിങ് ആണ്. ഇനി ഉൾഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 ഇഞ്ചിന്റെ ഇലാസ്റ്റിക് ആണ്. ഇനി 1/2 ഇഞ്ചിന്റെ ആയാലും കുഴപ്പമില്ല. ഇനി ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക.
നമ്മുടെ മാർക്കിങ്ങിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്യുക. നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, ആ 1/2 ഇഞ്ചിൽ സ്റ്റോപ്പ് ചെയ്യുക. ഇപ്പൊ 2 സൈഡിലും ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനായിട്ട് നമ്മൾ 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടില്ലേ, അവിടെ നമ്മളൊരു കർവ് വരച്ചിട്ടില്ലേ, ആ കർവിലൂടെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അവിടുന്ന് തുടങ്ങി താഴ്ഭാഗത്ത് നമ്മളൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്, അവിടം വരെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അതുപോലെ തന്നെ 2 സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം താഴ്ഭാഗത്ത് ഇതുപോലെ 1/2 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. ആദ്യം 1/2 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യുക, പിന്നെ 1/2 ഇഞ്ച് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. 40, 42, 44 സൈസുള്ളവർക്ക് ഈ മെഷർമെന്റ് മതിയാകും. സ്റ്റിച്ചിങ് കഴിഞ്ഞു. കഫ്താൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ നെക്കിൽ ഒരു ലേസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് തന്നെ താഴത്തേക്കും ഒന്ന് ഇറക്കി വെച്ച് ഒരു 8 ഇഞ്ചിൽ ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിന്റെ മാർക്കിംഗ് എല്ലാം കൊടുത്തിരിക്കുന്നത് നല്ല ഭാഗത്താണ്. അത് നമുക്ക് ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മായ്ച്ചു കളയണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.